ഹലോ, ഇന്ന് ഞാൻ മുതിര കൊണ്ട് ചെയ്യുന്ന ഒരു ചട്നിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ കുറച്ച് തേങ്ങ, 2 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഒരു 2-3 വറ്റൽമുളക്, ഒരു ചെറിയ കഷ്ണം പുളി, കറിവേപ്പില. പിന്നെ ഇവിടെ മുതിര എന്ന് പറയുന്ന സാധനം ഹോഴ്സ്ഗ്രാം എന്നാണ് അതിനെ പറയുന്നത് ഇംഗ്ലീഷിൽ. അപ്പോൾ ഇത് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഞാൻ ഏകദേശം 1 കപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ചട്നിക്ക് 1/2 കപ്പേ അരച്ചിട്ടുള്ളൂ. ഞാനത് ഒരുമിച്ച് വറുത്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 1/2 കപ്പെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മുതിര ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പാണ് ഇവിടെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഞാൻ ചട്നി ഉണ്ടാക്കുന്ന 1/2 കപ്പാണ്. അപ്പം ഈ തേങ്ങയുടെ അളവും ബാക്കിയെല്ലാം 1/2 കപ്പിന് കണക്കാക്കിയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഒരു ഫാമിലിയിൽ ഒരു 4 പേരൊക്കെ ഉള്ളൊരു ഫാമിലി ആണെങ്കിൽ നമുക്കൊരു 1/2 കപ്പ് തന്നെ ധാരാളം മതിയാവും. അപ്പോൾ എന്നും വറുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വറുത്തപ്പോൾ 1 കപ്പ് വറുത്തുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഈ മുതിര ശരിക്കും നന്നായിട്ട് അതിൻ്റെ കളറ് മാറി ഒന്ന് പൊട്ടി തുടങ്ങുന്നവരെ നമ്മൾ വറുത്തെടുക്കണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ മുതിര വെച്ചിട്ടുള്ള ഒരു പൊടിയുടെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് ചെക്ക് ചെയ്യണം. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, സെയിം റിപ്പീറ്റ് ചെയ്യുവാണ്. ഇത് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു പയറാണ് മുതിര എന്ന് പറയുന്നത്. ഇത് സ്ഥിരമായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസിനും ഒക്കെ നല്ലതാണ്. അതുപോലെ കൊളസ്ട്രോൾ കുറയും. പിന്നെ കിഡ്നി സ്റ്റോണൊക്കെ ഉള്ളവർക്കാണെങ്കിലും നല്ലതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ മുതിര നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടും. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ തൈരോ പുളിശ്ശേരിയോ കൂടെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടി നമുക്ക് വറുക്കാം. ഇത് ഞാനൊരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്ത മുതിരയാണിത്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇത് പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിനി ഇത് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്തുനിന്ന് ഞാൻ പകുതി മാത്രമേ ഇപ്പോൾ ചട്നിക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ പകുതി നമുക്ക് കഴുകി വൃത്തിയാക്കി അരച്ചെടുക്കാം. അപ്പോൾ ഇത് സമയമുള്ളവർക്കാണെങ്കിൽ ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് നേരം നമ്മളത് കുതിരാൻ വേണ്ടി വെച്ചിരുന്നാൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് അരച്ച് എടുക്കാൻ പറ്റും. ഇപ്പം ഞാനിത് കുതിർത്തൊന്നും വയ്ക്കുന്നില്ല. അത് കഴുകി എടുത്തിട്ട് അങ്ങനെ തന്നെ അരയ്ക്കുവാണ്. അപ്പം നമ്മുടെ സാധാരണ ചമ്മന്തി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് സമയം കൂടി നമുക്ക് അത് അരയ്ക്കേണ്ടി വരും. കാരണം മുതിര ഇച്ചിരി പാടാണ് അരഞ്ഞൊക്കെ കിട്ടാൻ. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് പകുതി മാറ്റാം. അപ്പോൾ നല്ല വെയിലൊക്കെ ഉള്ള നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് തന്നെ നമ്മൾ കഴുകി ഒന്ന് ഉണക്കിയിട്ട് പിന്നീട് ആവശ്യത്തിന് നമ്മൾ വറുത്തെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ വറുത്തിട്ടാണ് കഴുകിയെടുക്കുന്നത്. അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ആ ചൂടിൽ തന്നെ ഒരു 2 വറ്റൽമുളക് കൂടി ഞാനൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇനി ബാക്കിയുള്ള ഇപ്പോൾ മുതിര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാനൊരു മിക്സി ജാറിലേക്ക് എടുക്കുകയാണ്. ഇത് ഞാൻ കുതിർക്കാൻ വച്ചിട്ടില്ല. ഇപ്പോൾ സമയം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് കുതിർത്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 2 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പിലയ്ക്കൊന്നും അളവില്ല, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വേണമെങ്കിലും ചേർക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം പുളി, ഒരു പച്ചമുളക് നമ്മൾ ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ തേങ്ങാ ചമ്മന്തി അരയ്ക്കുമ്പോഴാണെങ്കിലും ഒരു പച്ചമുളക് നമ്മൾ ചേർക്കും. ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന വറ്റൽമുളക്. അപ്പോൾ ഇത് ശരിക്കും എരിവും പുളിയും ഒക്കെ ഇച്ചിരി കൂടുതലുള്ള ചമ്മന്തിയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വറ്റൽമുളക് എടുത്താലും മതിയാവും. ഞാൻ 1/4 കപ്പ് മുതിരയ്ക്ക് 1/2 കപ്പ് മുതിരയ്ക്ക് 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തേങ്ങ ഇല്ലാതെ വേണമെങ്കിലും അരച്ചെടുക്കാം. പക്ഷെ തേങ്ങ ഉണ്ടെങ്കിലാണ് അത് ടേസ്റ്റും അതുപോലെ തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് വരാനും ഒരു തേങ്ങ ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്, തരിതരിപ്പായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ബൈ.